എന്താണ് കുംഭമേള? ഹൈന്ദവ പുരാണങ്ങളിലെ ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് പാലാഴി കടഞ്ഞു അമൃതെടുത്ത ഒരു കഥ ഒരു പക്ഷേ എല്ലാവരും ഒരിക്കലെങ്കിലും കേട്ട് കാണും. പാലാഴിയിൽ നിന്ന് അമൃത് വന്നത് ഒരു കുംഭത്തിലായിരുന്നു അത്രേ. കുംഭം എന്നാൽ ജലം സംഭരിക്കുന്ന പാത്രം. ആ കുംഭം തന്നെയാണ് കുംഭമേള എന്ന വാക്കിലെ കുംഭവും. 12 വർഷ കാലയളവിൽ 4 പ്രദേശങ്ങളിൽ 3 വർഷം ഇടവിട്ട് മാറി മാറിയാണ് കുംഭമേള നടക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്, മധ്യപ്രദേശിലെ ഉജ്ജയിൻ, മഹാരാഷ്ട്രയിലെ ഗോദാവരി, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഇവയാണ് ആ 4 പ്രദേശങ്ങൾ. ഈ 4 പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണവും പുരാണ കഥയിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പാലാഴിയിൽ നിന്ന് കുംഭം വന്നപ്പോൾ അത് മൊത്തമായി നേടാനുള്ള കൊതി പൂണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 12 ദിവസം പോരാടിയെന്നും ഈ 12 ദിവസത്തെ പോരാട്ടത്തിനിടയിൽ കുംഭത്തിൽ നിന്ന് അമൃത് പല തുള്ളികളായി ഭൂമിയിൽ മേൽ പറഞ്ഞ 4 പ്രദേശങ്ങളിൽ വീണുവെന്നും ആ ഇടങ്ങളിൽ ഉള്ള നദികളിൽ ഈ അമൃതിൻ്റെ പ്രസരിപ്പ് അതേ ദിവസം സമാനമായ നക്ഷത്രചലനം ആകാശത്ത് വരുമ്പോൾ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. ഈ വിശ്വാസപ്രകാരമാണ് കുംഭമേള അരങ്ങേറുന്നത്. അതേ ദിവസം ആ നദികളിൽ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മുൻജന്മ പാവങ്ങൾ നശിക്കുമെന്നും നമുക്ക് ഈ ജന്മത്തിൽ കൂടുതൽ ഉണർവും പ്രസരിപ്പോടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുമാണ് വിശ്വാസം.